ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? അൽഹംദുലില്ലാ, ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ഈവനിങ് വീഡിയോ ആണ്. മാളൊക്കെ ഇവിടെ പുറത്താണുള്ളത്, മാളും കുട്ടിയൊക്കെ. അപ്പം ഞാൻ ഇവരൊന്നും അറിയാതെ ഒരു സർപ്രൈസ് ആയിട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരം എന്ന് വെച്ചാൽ വൈകുന്നേരം ചില ആൾക്കാരൊക്കെ ചായ കുടിക്കുന്നവരുണ്ടാകും, കുടിക്കാത്തവരുണ്ടാകും. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഒരുവിധ ആൾക്കാർ മുഴുവൻ ചായ കുടിക്കുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്ത് ചായ കുടിക്കുന്നതിൻ്റെ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്ട് ഞാൻ അവൾക്ക് കൊടുക്കുകയാണ്, അവൾക്കും കുട്ടിക്കൊക്കെ കൂടി. അപ്പോൾ അവർ പ്രതീക്ഷയില്ല ഇങ്ങനെ ചായ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറയാം. കൂടുതലും ഞാൻ തന്നെയാണ് വൈകുന്നേരമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും. അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ എന്ത് പരിപാടി എന്ന് വരും കാണിച്ചു തരാം. അപ്പോൾ ഐറ്റംസുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊന്നൂര് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഓളിക്സ് കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഓളിക്സിൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടായിട്ട് ഓളിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി വാങ്ങിയില്ല. ചിക്കൻ കറി ഒന്ന് കൂട്ടിയെടുത്തോളൂ എന്ന് പറഞ്ഞതാണ്. ഒരു 4-5 പൊറാട്ട. അപ്പോൾ വൈകുന്നേരത്തെ ഒരു പൊറാട്ട ലഘോഷനാണ് അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഒരു ലഘോഷനാണ്. ആ പൊന്നിവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് വിളിച്ചോണത്തെ പൊണ്ണിന് കാലിന് സുഖമില്ല, എന്നിട്ട് പോയിട്ടില്ല, ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ആളുകൾ കണ്ട് പൊന്നോ വാ ചാടിക്കാണ്. എന്താ കാലുമത്തെ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇത് കണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊന്നും ഉണ്ടായതായിരുന്നു, എന്നിട്ട് പിന്നെ അങ്ങനെ മാറിയെന്ന് ഡോക്ടറൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ വീണ്ടും ഇതിൻ്റെ മദ്രസക്കൊന്നും പോയിട്ടില്ല. ഇന്ന് കാലത്ത് വീണ്ടും എണീറ്റപ്പോൾ തൊടാൻ വയ്യല്ല വേദനയാണ്. ഓക്കെ, അപ്പോൾ ആൾക്ക് സുഖമില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നാളെ ഹോസ്പിറ്റലിൽ ഒന്നും കൂടി കാണിക്കണം. കാലുകൊണ്ട് വയ്യാക്കി. ഇതാ മറ്റാൾ ഇവിടെ ഉണ്ട് കേട്ടോ, മാളോ. അപ്പോൾ എന്താ വെച്ചാൽ ചായ കൂടുതലും ഉണ്ടാക്കൽ ഞാൻ തന്നെയാണ്. ഇല്ല മാളോ പൊന്നോ? വൈകുന്നേരം ഉണ്ടാക്കിണ്ടെങ്കിൽ. അപ്പൊ ഇന്നിപ്പോ ഏതായാലും ഒരു വന്നു നോക്കിന്നാ? അത് ഞാൻ കണ്ടിട്ടില്ല. ചിക്കൻ കറി തന്നെ ഒറ്റ ചിക്കൻ കറി വാങ്ങിയിട്ടുള്ളൂ. നമ്മളെ പരിചയക്കാരനെ അതിന് കൂടുതലാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇപ്പൊ ഇന്ന് കഴിക്കാൻ പോകുന്നത് നമ്മള് അല്ലേ? അപ്പൊ പൊന്നൂന് വയ്യ, പൊന്നു വേണേക്ക് ഇത് കഴിക്കാം. കാല് ചെരുപ്പിടാൻ വയ്യ ആ സ്ഥലത്ത്. എന്ത് അസുഖം ഒന്നും കൂടി വിശദമായിട്ട് നാളെ കാണിച്ചാലേ ശരിയാവുള്ളൂ. ഈ സാധനം എനിക്ക് ഇഷ്ടം. കറിനേക്കാൾ ഇഷ്ടം ഈ സാധനം. ഓളച്ച് ഇഷ്ടല്ലേ പൊന്നോ? യു ആർ ഹാപ്പി? ഓക്കെ, അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോണേ കേട്ടാ. എന്നാ ഇരിക്ക്. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് ഇതാണ്. പൊന്നു ഇനി രാത്രി കഴിക്കുവാ? അതല്ല ചൂടാറാൻ വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ അടുത്തുണ്ട്. എന്നാ ഇതിന് പുറമെ അന്തിപ്പട്ടിണിക്കൊന്നും കഴിക്കൂല? അന്തിപ്പട്ടിണി ഇപ്പൊ വൈകുന്നേര പട്ടിണി അല്ലേ? നിർത്തണം. രണ്ട് പറ്റി ഒരു 1.5 കോരി. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞേക്ക ഒരു പ്രാവിന്റെ ഇറച്ചി കുറയുന്നത്. എന്റെ നമ്മളെ ഉമ്മക്കെ പറയും പട്ടിണി കിടക്കാൻ പറ്റില്ല, പട്ടിണി കിടന്നാൽ ഒരു പ്രാവിന്റെ ഇറച്ചി കുറയുന്നു. അപ്പൊ ഞങ്ങളെ ഉള്ളൂ. കുട്ടിമോന് അവന്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ പോവായിട്ട് യാത്രയപ്പിന് എയർപോർട്ടിലേക്ക് പോയതാണ്. അപ്പൊ അതെങ്ങനെ അതെ. അപ്പൊ നമ്മളെ പൊന്നൂന്റെ കാലുമുണ്ടായത് കണ്ടില്ലെങ്കിൽ ഒരു പൊള്ളനുണ്ട്, പൊന്തലാണ്. എന്നിട്ട് ഈ പൊള്ളം പൊന്തിയിട്ട് അതിങ്ങനെ ഒരു ചലം നിറഞ്ഞ രൂപമാവും. ശരിക്ക് ഇതേപോലെ നിങ്ങളെ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിന് ഡോക്ടറെ കാണിച്ചപ്പോ തക്കാളിപ്പൊട്ടി എന്നൊരു പേര് പറഞ്ഞേ. അങ്ങനെ ഒരു പൊട്ടി ഉണ്ടല്ലോ, തക്കാളിപ്പൊട്ടി അല്ല. പൊന്തലല്ലേ? ഇയാള് പൊറാട്ട കൊണ്ടുവന്നങ്ങാണ്ട് കറി ഇല്ല എന്നുണ്ടെങ്കിൽ ആളിവിടെ ഒരു അയ്യപ്പൻ വിളക്ക് നടത്തും. കറി ഇല്ലാതെ ഇവിടെ ആർക്ക് വേണം പൊറാട്ട എന്ന് ചോദിക്കും. എടാ ഞാൻ ചോദിക്കൂലേ? ചൂട് കുറച്ച് കുടിച്ചു നോക്കട്ടാ. ഇനി മധുരം ഇടണമെങ്കിൽ ഇടാ. എനിക്ക് മധുരം കൂടുതൽ മധുരം അതാറുണ്ട്. മധുരം കുറവുണ്ടാ? നോക്കട്ടെ. നോക്കട്ടെ.
ഇത് എനിക്കും ഉമ്മാക്കുള്ള മധുരമുള്ളൂ. എനിക്ക് ആ മധുരം പറ്റൂല, നല്ല ഓവർ അത്രയും പറ്റൂല. ഇത് മധുരം ഇടാത്താണ്, മധുരം ഇടാത്താണ് ഇത്. ഇതാ ഓളച്ചിൽ പാൽപ്പൊടിന്റെ മധുരമാണ്. അത് ഞാൻ റെഡി ആക്കി തരാം, നമ്മൾ റെഡിയാക്കാം. എടാ ഇപ്പൊ തന്നെ ശീലാക്കിയാലേ പിന്നെ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പറ്റൂല. പിന്നെ മധുരടാത്ത കുടിക്കാൻ പറ്റും. ഇപ്പൊ എനിക്കൊന്നും തീരെ, കുട്ടിമാർക്ക് ശീലായി, എനിക്ക് മധുരടാത്ത തീരെ പറ്റണില്ല. എങ്ങനെയുണ്ട് മുറി? പറഞ്ഞു കൊടുത്താ എന്താണ്, എന്താ പാട്? നല്ല വേദന ഉണ്ട്, എന്റെ കുട്ടിക്ക് നടക്കാൻ പറ്റ, കണ്ടില്ലേ? നോക്കട്ടെ പൊന്നാ, നമ്മുടെ വീക്കുണ്ട് തക്കാളി പൊട്ടി അല്ലല്ലോ. ഫസ്റ്റ് നമ്മള് കണ്ട കയ്യുമ്മത്തെ മുറി ചോന്ന കളർ ചെയ്യുന്നത്. അപ്പൊ കണ്ട നമ്മള് തക്കാളി പൊട്ടി എന്നാ പറയുള്ളേന്. പക്ഷെ പിന്നെ അത് ആ 2 മുറിയാണ് മാറിയതിന് ശേഷം പിന്നെ കുട്ടിക്കൊന്നുമില്ല, സ്കൂൾ പോക്കൊക്കെ തുടങ്ങി. ഇപ്പൊ വീണ്ടും ഇപ്പൊ കൈയിന്റെ ഇടയിലൊന്ന് പൊന്തി, ഇപ്പൊ കൈയൊക്കെ വരിയായി ഒരു തൊലിയൊക്കെ പൊന്തി, ഇടക്കിടക്ക് ഓരോന്ന് പൊന്താണ്. ഇപ്പൊ കാലം പൊന്തി, ഇപ്പൊ കാലായിട്ട് നടക്കാൻ വയ്യ. ഇതെനിക്കും ആ സംഭവം ഉണ്ടായിട്ടില്ല, നടക്കാൻ വയ്യ. ഇപ്പൊ കാലായിട്ട് നടക്കാൻ വയ്യ. പിന്നെ നാളെ കാണിച്ചണം, ഞായറാഴ്ച അല്ലേ. അപ്പൊ ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അതെങ്ങനെ ഇരിക്കാണ്. പിന്നെ എല്ലാരും അതുപോലെ തന്നെ നമ്മള് രണ്ടാമതായിട്ട വീഡിയോനെ കുറിച്ച് എല്ലാരും പറഞ്ഞിരുന്നു, ഇടോണ്ടി അപ്പൊ അത് ഇന്നലെ ഇട്ടിട്ടുണ്ട് അല്ലേ? ചില എന്താ കാരണം എന്താ പറയാ, ഇപ്പോഴും ചിലവര് ചോദിക്കണം എന്താ വെച്ചാൽ ആ വീഡിയോ എന്താ ഇടാത്തതെന്നാണ്. പക്ഷെ ആ ഇട്ടത് അവർ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അപ്പൊ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്താ സംഭവം അങ്ങനെ ഈ പൊന്തിര മനസ്സിന് സുഖമില്ല. നമ്മള് മക്കളിങ്ങനെ വേദന വരുമ്പോഴേ ഒരു സുഖമില്ലല്ലോ, സമാധാനം കിട്ടൂല്ലോ. അപ്പൊ ഇൻഷാ അല്ലാ നാളെ കാണിച്ചു നോക്കാം. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട. ഇന്ന് പോയാൽ പൊതുവെ ഏതെങ്കിലും ഡ്യൂട്ടി ഡോക്ടറെ നമ്മൾ ഒരു വലിയൊരു ലെവൽ ഇട്ടൂലത്. അപ്പൊ പിന്നെ ഏതായാലും തിങ്കളാഴ്ച നാളെ നേരം വെളുത്തിന് ഇൻഷാ അല്ലാ കാണിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പഴയ തലമുറക്കാര്, പ്രത്യേകിച്ചും ഇപ്പൊ ആണുങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്താലൊക്കെ പഴയ തലമുറ അല്ല ഓനെ അത് ചെയ്യ, പാത്രം കഴിയുക, അല്ലെങ്കിൽ എന്താ ഓൻ ഭക്ഷണം ഉണ്ടാക്കി, പടച്ചോനെ ഓൻ അടിച്ചോര്, അങ്ങനൊക്കെ ഉള്ള ഒരു അത് പഴയ. ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കൂടുതൽ വീടുകളിലും പറ്റൂല എന്ന് വെച്ചാൽ കൂടുതൽ വീടുകളിലൊക്കെ ഭാര്യമാർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവും. അപ്പൊ രണ്ടുപേരും ഇപ്പൊ ഈ ഭാര്യമാരെന്ന് വെച്ചാൽ ഈ ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഭർത്താക്കന്മാര് എന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഫോണായിട്ട് ചിലപ്പോൾ ഒരു മൂലൊക്കെ ഇരിക്കും. എല്ലാ ചേട്ടൻ ഞാൻ ഉണ്ടായിക്കാം, മല ഞാൻ ഉണ്ടാക്കാവോ, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അങ്ങനെയാണ് നമ്മളെ നാട്. അപ്പോൾ ഈ ഭാര്യമാർക്കും നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് വന്നാലും നമുക്ക് അവർക്കും തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മളെ മനസ്സറിഞ്ഞാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലാസ് ചായ ആയാലും വേണ്ടില്ല, അത് അവർക്ക് കൊണ്ടുപോയെടുക്കുമ്പോൾ അവർക്കൊരു സമാധാനം. അവർ രാവിലെ എണീറ്റ് നമ്മളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം, മദ്രസയിൽ പറഞ്ഞയക്കണം. അതെ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ സത്യം. അപ്പൊ കടി ഉണ്ടെങ്കിൽ കടിയിട്ട് നേരെ വന്നാണ് ബാവന്നെ ചായ ഉണ്ടാക്കും, എന്നിട്ട് നേരെ കൊടുന്നിട്ട് വരി നമ്മള് കുടിച്ചു. എനിക്കൊന്നും എനിക്ക് ഇവരെന്തെങ്കിലും കുടിപ്പിക്കണം, ചായ കുടിപ്പിക്കണം. എന്താ വെച്ചാൽ എനിക്കിപ്പോ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമുക്ക് ആണുങ്ങൾക്ക് എന്നാൽ ഇപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങാടി കണ്ട് പോയി അവിടെ പോയി അടിപൊളിയായി ചായയും കടയൊക്കെ കുടിക്കാം. പക്ഷെ അങ്ങനല്ല, ഇവര് നമ്മളെ പ്രതീക്ഷിച്ച് കഴിയുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇവര് വൈകുന്നേരം നമ്മള് പുറത്ത് പോയിട്ട് ചിലപ്പോൾ കുടിക്കുമ്പോൾ 40, 50, 60 രൂപ ഒക്കെ ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരന്മാര് കൂടെ വരും. അപ്പൊ അതിന് വേറെ പൈസ ആവും, നല്ലൊരു പൈസ ആവും. അപ്പൊ ആ പൈസ വേണ്ട, നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നമ്മളിവിടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ അതൊരു ബർക്കത്തുമാണ്, ഒരു സന്തോഷമാണ്. അങ്ങനെയാണ് എന്റെ അഭിപ്രായം. ചായ ഉണ്ടാക്കും. ഇപ്പോഴും തന്നെ നേരെ കടിയിട്ട് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി. അതെ, ഇപ്പൊ നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പൊ ചുരുങ്ങിയല്ലേ ഒരു ഷവർമ്മ കഴിക്കണമെങ്കിൽ, ഇപ്പം റോള് കഴിക്കണമെങ്കിൽ തന്നെ 120 രൂപ ഒക്കെ വേണ്ടപ്പോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, ഒരു പാക്കറ്റ് പാല് വാങ്ങിയാൽ 28-30 രൂപ. അതും വാങ്ങിയാണ്ട് ഒരു 4 പൊറോട്ട ചപ്പാത്തി കമ്പനിയിൽ വാങ്ങിയാൽ 40 റുപ്യ. എന്നാലും ബാക്കി എടുക്കണ്. എന്നിട്ട് അത് കൊടുക്കുന്ന നമുക്ക് ഇവിടെ ചായ ഉണ്ടാക്കി കുടിച്ചാൽ എല്ലാവർക്കും വയറ് നിറഞ്ഞ് എല്ലാവരും ഹാപ്പി. അൽഹംദുലില്ലാഹ്. പിന്നെ പുറത്ത് പോകുമ്പോ അവർക്കും അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയി ഇങ്ങനെ പുറത്തുനിന്നും കുടിക്കലുണ്ട്. നിങ്ങളടക്കം കൊതുണ്ട്, ജാതി പെണ്ണിട്ടാത്ത കൊതു നല്ല കഴിയടിച്ച്
ഇപ്പൊ എന്തെങ്കിലും പൊരിക്കടി ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും. ഈ തുറക്കലപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. വല്ലാതെ എണ്ണ ഒന്നും ഇല്ല, അപ്പൊ അത് കഴിക്കും. അല്ല അപ്പൊ അവരിങ്ങനെ നമ്മളെയും കാത്ത് ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരുന്ന് പോലും ഇവിടെ കിടന്നുറങ്ങണേ, നിസ്കരിക്കണേ, ഭക്ഷണം ഉണ്ടാക്കണേ. ഭക്ഷണം ചായ ഒക്കെ കുടിച്ചില്ലേ മണി വെറുതെ ഇന്നലെ പുറത്തേക്ക് പോയാൽ തന്നെ ഒരു സമാധാനം. ഇന്നലെ ഇപ്പൊ പോയി. ഇന്നലെ രാജാസിന്റെ അവിടെ ഗ്രൗണ്ടിലൊക്കെ കുറെ നേരം ഇങ്ങനെ പോയിന്ന്. പിന്നെ മക്കള് പൊന്നു ഒറ്റക്കായതോടെ മുന്നിൽ ഇറങ്ങാനൊന്നും ഒരു ഉഷാറുണ്ട്. ഞാൻ മോനും മോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിച്ചു പൊളിച്ചിരുന്നു, ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ചാടി കളിച്ചിരുന്നു. അപ്പൊ പിന്നെ ഓലൊന്നും ഇല്ലല്ലോ, അങ്ങനെ കുട്ടികളെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അവിടെ കുറെ നേരം നിന്ന് നല്ല മഴയൊക്കെ ഞാൻ ആസ്വദിച്ച് കുറെ നേരം ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഒരു ഭാഗത്ത് നല്ല അടിപൊളി കല്യാണമൊക്കെ ഉണ്ട്, ഇന്നലെ കൂടിക്കൊണ്ട് പോകുന്നത്. അല്ല വന്നതിന് ശേഷം അപ്പൊ ഇന്നേരം കല്യാണം, വൈകുന്നേരം കല്യാണം. അപ്പൊ ഇന്നേരം എപ്പോഴും ഇങ്ങനെ ഒരു ഇന്നിപ്പോ ഇനി കല്യാണം ചെല്ലോ എന്തൊക്കെ കാട്ടുക, അപ്പോഴാണ് ഓർത്തത്. അപ്പൊ അങ്ങനെ കഴിച്ച്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇനി ആണുങ്ങൾ ഭർത്താക്കന്മാരൊന്നും വിചാരിക്കണ്ടട്ടാ. അത് എന്ന് വെച്ചാല് അങ്ങനെ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ഒരു തെറ്റല്ല. ഇപ്പൊ അത് നല്ലതാണ്. ഇപ്പൊ നമ്മളെ ഭാര്യമാര് നമ്മളെ കുട്ടികള് വൈകുന്നേരം ചിലപ്പോ രാവിലത്തെ എന്തെങ്കിലും ആവുല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില വീട്ടിലൊന്നും ഇപ്പോൾ വൈകുന്നേരം ഒന്നും ഉണ്ടാക്കണമെന്നും ഉണ്ടാവില്ല. ഇപ്പൊ അതൊക്കെ എടുത്ത് വെക്കണം. പണ്ടത്തെ കാലത്ത് നമ്മളെ ഉമ്മാനും വല്യമ്മാൻ്റെ ഒക്കെ കാലത്ത് എന്ന് വെച്ചാൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കിയിരുന്നില്ലേ, വൈകുന്നേരം കടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ ബേക്കറിമേലൊക്കെ ആയി ഒതുങ്ങി പൊരിക്കടിമേലും. ഞങ്ങളെ വീടിന്റെ ഉള്ളിട്ട കാണാത്തോൽക്കായിട്ട് അവിടെ മോട്ടർ നിറഞ്ഞിക്കണ്, മോട്ടറല്ല ടാങ്കി നിറഞ്ഞിക്കണ്. അപ്പൊ നിർത്താൻ പോയതാണ്. അതാണ് എത്ര ഉള്ളൂ കേട്ടോ. ബാക്കി ഭാഗം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഫുള്ളായിട്ട് വീടിന്റെ അല്ലേ, വീടിന്റെ. അപ്പൊ ദീത്തനങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവണേ. 2 ബെഡ്റൂം, ഒരു അടുക്കള, റൂം. പകല് ഞങ്ങള് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു സോഫ. ഇതാണ് ഞങ്ങളെ വീടിന്റെ ഉൾഭാഗം. ആ കാണുന്ന അടുക്കള, ഈ 2 റൂം. ടോട്ടലി ഞങ്ങള് വീഡിയോ എടുത്തിട്ട് കാണിക്കണ്ട്. കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാല് നമ്മള് കൊറേ ഒഴിച്ച സാധനങ്ങളൊക്കെ മിറ്റത്ത് കച്ചറായി കിടക്കണ്. അതൊക്കെ ആക്രി കൊടുക്കാനുള്ള കുറെ സാധനങ്ങൾ ഈ സൈഡ് മൊത്തം ഉണ്ട്. അപ്പൊ കണ്ടാൽ മനസ്സിലാവും. ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് ശേഷം ഞാൻ വീഡിയോ എടുത്തുകാണ്ട് നമുക്ക് ഫുള്ള് ഹോം ടൂർ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സുകൾ ഒരുപാടുണ്ട്. നിങ്ങളെ വീടിന്റെ വീഡിയോ കാണിച്ചു വീട് കാണിച്ചു തരണം പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ പുതിയ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ കാര്യങ്ങൾ അറിയാനുള്ളതുണ്ടാവും. അപ്പൊ ഞങ്ങളെ പറ്റിയുള്ള എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. എന്ന് വെച്ചാല് എന്താണ് കൊറേ നമ്മള് ഏതായാലും 4 മാസം കൊണ്ട് ഇതിൽ പോവാനുള്ളതാണ്. അപ്പൊ കുറെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കച്ചറ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഫുള്ള് ഒഴിവാക്കി പുറത്തേക്ക് ഇറക്കിക്കുന്നത്. നിങ്ങൾ എന്നും പറയില്ല നാളെ കൊണ്ടുപോകും. കാരണം പൈസ ഇട്ടുന്ന കേസാണേ, മറക്കാൻ പറ്റൂല. അതെന്തെങ്കിലും പൈസ ഇട്ടുന്ന കേസ് നിങ്ങൾ മറക്കലില്ലല്ലോ. ഇല്ല, അതാണ് അത്ഭുതം. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. മറ്റേ ഞാന് ഇവിടെ ഒരു ചേച്ചി വരും, അതിന്റെ അടുത്ത് കൊടുക്കലാണ്. ഇതിപ്പോ തോണ സാധനം ഉണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് കനുള്ള സാധനങ്ങൾ പിന്നെ കൊടുക്കാക്കൂല. അത് ഇത് കയ്യടിന്റെ. അപ്പൊ എന്താ പറയാ, ബാക്കി ഞങ്ങള് എന്താണ് അത് ശരിയാക്കട്ടെ. ഫുള്ള് അവിടെ മുറ്റൊക്കെ അടഞ്ഞെടുക്കണം. കുറെ സാധനങ്ങളുണ്ട്. പൊന്നുവിന്റെ പഴയ സൈക്കിളും പഴയതല ഒരു മുമ്പത്തെ കുറെ കേടന്നുണ്ട്. പിന്നെ കുറെ അല്ലറ ചില്ലറ പ്ലാസ്റ്റിക്കും അതും ഇതും കുപ്പിയാളും അളുക്കാളും ഈവൻ നമ്മളെ അടുക്കളന്റെ ഒരു മട ഉണ്ടല്ലോ, ഇതിന്റെ പറച്ചില് ഒരു സംഭവം മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞാണ്. നമ്മളിവിടെ ആ മട അപ്പൊ അതിന്റെ ഉള്ളില് കൊറേ കച്ചറ ഉണ്ടായിരുന്നു. കൊറേ ഓരോ നോമ്പിനും നനച്ചുളി ചെയ്യും. അത് നല്ലതാ, അത് നല്ലതാണ് വെച്ചാൽ മോഡൽ നന്നാക്കുക, ആണ്ട് വെക്കുക. പിന്നെയും നോമ്പ് വരും, പിന്നെ നന്നാക്കും, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. അങ്ങനെ വെച്ച് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. നമ്മളിട്ട് ഉപയോഗിക്കൂല്ല, എന്നാലോ അതിൻ്റെ ഉള്ളിൽ കച്ചറാവും ചെയ്യും. അത് ഫുള്ള് കച്ചറ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇറക്കി ഒക്കെ സൈഡിൽ താർപ്പായിട്ട് മൂടി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്. അപ്പോൾ ഇനി ഇൻഷാല്ലാ അല്ലേ ക്ലിയർ ചെയ്തിട്ട് നാളെ തന്നെ ക്ലിയർ ചെയ്യും. എന്നിട്ട് നാളെ തന്നെ മിക്കവാറും മറ്റന്നാൾ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ നമ്മുടെ വീടിന്റെ ഫുള്ളായിട്ടുള്ള ഒരു ഹോം ടൂർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് ഇനിയിപ്പോ ഹോം ടൂർ വേറെ വീഡിയോ അടിക്കാറോ 4 മാസമൊക്കെ കഴിഞ്ഞാല് വേറെ ഹോം ടൂർ അടിക്കാറോ. അപ്പൊ ഇത് ഒന്നും കൂടി ഇതാ ചോര ഒളിച്ചിക്കണ മാന്തിട്ട്
അപ്പൊ അതായിട്ട് വരുന്ന ഇൻഷാല്ല നാളത്തെ വീഡിയോ ചിലപ്പം ആ വീഡിയോ ആവും, ഹോം ടൂർ ആവും. ഞങ്ങളെ വീടിന്റെ ഫുള്ള് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ അധികം ഞങ്ങളെ വീഡിയോ കാണൂല, ഞങ്ങളെ ഈ വീട് നിങ്ങൾ അധികം കാണൂല. ഇവിടെ TV ഒക്കെ ഇട്ടിട്ടതാ. അപ്പൊ ഇൻഷാല്ല നാളെ കാണാം. ബൈ.